ബഹ്റൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഇവിടുത്തെ നൈറ്റ് ലൈഫാണ്. അപ്പോൾ നിലവിലെ നൈറ്റ് ലൈഫിലെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടു നോക്കിട്ടോ. ബഹ്റൈനിൽ വരുന്ന ആളുകൾക്കും ബഹ്റൈനിൽ വരാൻ പോകുന്ന ആളുകൾക്കും ചിലപ്പോൾ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഇവിടെ നിങ്ങൾ നൈറ്റ് ലൈഫാണ് ആഘോഷിക്കാൻ വരുന്നതെങ്കിൽ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അതായത് ജുഫൈർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബഹ്റൈനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും ഇവിടെ ഉള്ള കേട്ടോ. നൈറ്റ് ക്ലബ്ബ്, പബ്ബ്, ബാറ്, അതുപോലെ തന്നെ 24 hours നമുക്ക് ഫുഡും ഇവിടെ കിട്ടും. പിന്നെ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളാണ്. അപ്പോൾ ഈ ഹോട്ടലിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹവർലി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ വൺ ഡേ ബുക്ക് ചെയ്യാൻ പറ്റും, മന്ത്ലി, വീക്ക്ലി ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, കുറേ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽസൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത്, ഞാൻ ഈ ക്ലബ്ബും ബാറും പ്രതീക്ഷിച്ചൊന്നുമല്ല, പക്ഷേ ഇവിടെ ഞാൻ ഊബറിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഇവിടെ ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നത് കേട്ടോ. ഈ കാണുന്നതെല്ലാം ക്ലബ്ബുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടി നിർത്തിക്കുന്നുണ്ടല്ലോ, പല GCC രാജ്യങ്ങളിലുള്ള വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് കേട്ടോ. പിന്നെ എനിക്ക് കാണുന്നത് ഇന്ത്യൻ ക്ലബ്ബുകളാട്ടോ. ഇന്ത്യൻ ബാറ്, ക്ലബ്ബ്, റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ പരിപാടികളുള്ള മസാജ് സെൻറ്ററുകൾ, സീഷാഡോ ഷോപ്പ്, ബാറ്, ക്ലബ്ബ്, സൂപ്പർ മാർക്കറ്റ്, അതുമാത്രമുള്ള ഒരു ഏരിയ കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഓഫീസും കാര്യങ്ങളോ മറ്റു പരിപാടികളൊന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ താമസിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ. അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളും മറ്റു പ്രവർത്തികളൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് പരിപാടി. ആ കാണുന്ന ഒരു ഷോപ്പിംഗ് മാൾ കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിംഗ് മാൾ, അൽബേക്ക്, പിന്നെ ഇന്ത്യൻ സിനിമ ഒക്കെ ഉള്ള തിയേറ്റേഴ്സൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകണം. ഇവിടെ നല്ല ചൂടായതുകൊണ്ടോ തോന്നിട്ട് ആളുകളൊന്നും അധികം നടക്കുന്നില്ല. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥ. വണ്ടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോർമലി പെഡസ്ട്രിയൻ സിഗ്നലിൽ നമുക്ക് മറ്റേ പെഡസ്ട്രിയൻ ബട്ടൺ ഉണ്ടോ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ കിട്ടും. ഇപ്പോൾ ഇവിടെ അതില്ല. ഇതൊരു വലിയ റോഡാണ്, വലിയൊരു ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട്. ഇതിൻ്റെ താഴെ വണ്ടികൾ പോകുന്നുണ്ട്, മേലെയും വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ സിഗ്നൽ ഇങ്ങനെ നോക്കിയും പിടിച്ച് ക്രോസ് ചെയ്യണം. കണ്ടില്ല, നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നടക്കാനായിട്ട്. നല്ല ചൂട്, എല്ലാവരും വയർത്ത് കുളിച്ച് വെക്കുന്നുണ്ട്. സിഗ്നൽ ഗ്രീൻ ആയാൽ മാത്രമാണ് ചാട്, അല്ലെങ്കിൽ പണി കിട്ടും. ഈ ഒരു സ്ട്രീറ്റ് കാണാൻ എന്തൊരു ഭംഗി എന്ന് പറയും. ഇവിടെ എല്ലാം അത്യാവശ്യം ഹൈഫൈ കഫേ, റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇവിടെ അമേരിക്കൻസ്, മെക്സിക്കൻസ്, അറബിക്ക്, അങ്ങനത്തെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 338 എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, പബ്ബ്, ക്ലബ്ബ്, ബാറ് പോലത്തെ ഡ്രിങ്ക്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ കഫേകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു തായ്ലാൻഡ് റെസ്റ്റോറൻറ്റാണ്. എന്ത് ഭംഗിയല്ലേ. ഫുള്ള് ലക്ഷറി വണ്ടികൾ കേട്ടോ. ഓരോ ലോഞ്ചിൻ്റെ ഒക്കെ ഡിസൈനിങ് കണ്ടില്ലേ, നല്ല രസത്തിൽ ഇവർ ഇന്ത്യയിൽ വർക്ക് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടല്ലേ. നൊബോസ് ലോഞ്ച്, കുറേ ലോഞ്ച്, ഷീഷ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് പരിപാടി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സ്ഥലം കാണാൻ നമുക്ക് ഏതോ ഒരു എന്താ പറയുക, യൂറോപ്യൻ കൺട്രിക്കകത്ത് വിസിറ്റ് ചെയ്ത പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. നമ്മുടെ എന്താ പറയുക, ഗൾഫ് ടോട്ടലി ചേഞ്ച്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ കഫേസും റെസ്റ്റോറൻറ്റ്സും ലക്ഷറി വണ്ടികളും, ഒരു വല്ലാത്തൊരു വൈബ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ, ഇതാണ് ഷവർമ വാലി കേട്ടോ. ഇവിടെ ഷവർമ വാലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫുള്ള് ഷവർമയുടെ സ്മെല്ലാണ്. കുറേ ഷോപ്പുകളുണ്ടായിരുന്നു, പക്ഷേ കൊറോണം ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉള്ള ഷോപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബിഗ് സൈസിൽ ഷവർമാസൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ 24 hours ഷവർമ കിട്ടുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഇവിടെ അതിനകത്ത് ചുരുങ്ങിയത് ഒരു 25 കിലോൻ്റെ 4-5 കുറ്റിയുണ്ട്. കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7-8 മണി ആയതുകൊണ്ടാണ്. ഒരു 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ക്ലബ്ബൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയ, ഈ സ്ട്രീറ്റ് മൊത്തം ബിസി ആയിരിക്കും. ഫുള്ള് ഷവർമാസിന് വേണ്ടിയിട്ട് ആളുകൾ ഓണടിയും ബഹളവും ഒച്ചപ്പാടുള്ള ഒരു ഏരിയ. നമ്മൾ വരുന്ന വഴിയിലെ കാഴ്ച കേട്ടോ. ഇതൊരു മാർക്കറ്റ് പോലെ, അതായത് കോഴിക്കോട് മുട്ടായി തെരുവ് പോലെ ഉള്ള തുണികളുടെ, തുണി, ചെരുപ്പ്, മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ. അതിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ ഡ്രസ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓഫേഴ്സൊക്കെ അവർ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് മേടിക്കാനും അവർക്ക് പ്രൈസൊക്കെ മനസ്സിലാക്കാനും അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. നമ്മളെന്താ പറയുക, കേരളത്തിൽ കിട്ടുന്ന ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോപ്പും ഫുൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതര മാർക്കറ്റ് പോലെ. പക്ഷേ ഇവിടെ പാർക്കിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ വലിയ പ്രയാസം. ഈ കാണുന്ന ആളുകളിൽ ഒരു ലൈനിൽ മൊത്തം പാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അടുത്ത് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ വണ്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്, ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും എടുത്തിട്ട് വേണം പാർക്കിംഗ് ഇടാൻ. കുറേ നമ്മളെന്താ പറയുക, മലയാളത്തിൽ ലെറ്റേഴ്സ് കൊണ്ട് എഴുതിയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പപ്പടവട, അതുപോലെ കുറേ ഇന്ത്യൻ, സൗത്താർ, സംഗീത പറഞ്ഞ് കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ ക്ലബ്ബൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നു കേട്ടോ.
ആ കാണുന്ന കണ്ടില്ലേ, അത് ഇവിടുത്തെ ഒരു സിനിമാ തിയേറ്റർ കേട്ടോ. സിനിമാ തിയേറ്റർ കാണുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു തിയേറ്ററിൽ ആ ഒരു സെയിം സാധനം 1.5 ദിനാർ എന്ന് പറഞ്ഞ ടിക്കറ്റിന് ഇട്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ മകളുടെ ഫിലിം തുടരും ആ ഒരു സിനിമ കളിക്കുന്നു കേട്ടോ. ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ട സ്ഥലങ്ങളിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ കുറേ വിദേശികൾ താമസിക്കുന്ന ഏരിയ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ നേരെ കാണുന്ന ഒരു തട്ട് കടയ്ക്കകത്ത് കേട്ടോ. അതിൻ്റെ പേര് അബു ഹസൻ ഗ്രിൽ എന്നാണ്. ഏകദേശം ഒരു 10-50 വർഷത്തെ പഴക്കമുള്ള ഒരു കബാബ് വിൽക്കുന്ന ഒരു തട്ട് കട കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴേ ഇവർ ഈ ഒരു ഡ്രിങ്ക് തരും കേട്ടോ. ഇതൊരു സൂപ്പാണ്. അത്യാവശ്യം നല്ല പുളിപ്പും എരിവൊക്കെ ഉള്ള ഒരു സാധനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു പക്ക സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു വൈബ് കിട്ടും. ഇവിടെ എന്താ പറയുക, അറബികളാണെങ്കിലും നമ്മൾ വിദേശികളൊക്കെ ആണെങ്കിലും എല്ലാവരും മിക്സായിട്ട് ഇരുന്നിട്ട് ഫാമിലിയൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് തിയേറ്റർ. സിനിമയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ദിനാർ 1.5 ദിനാറിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോർഷൻ കബാബ് കിട്ടും. അതും കഴിച്ചിട്ട് സിനിമയൊക്കെ കണ്ട് ജോളിയായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നൊരു അമ്മൂസ്. ഇതാണ് 1 ദിനാറുടെ കബാബ് കേട്ടോ. 1 ദിനാറോ 1 ദിനാർ 100 ഫിൽസ് അങ്ങനെ എന്താണ് എക്സാക്റ്റായിട്ട് അറിയില്ല. 1 2 3 4 5 പീസ് ഉണ്ട് കേട്ടോ. അതോടൊപ്പം നല്ല പാകിസ്ഥാനി റൊട്ടി കിട്ടും, സെറ്റ്. പിന്നെ ഇലകൾ, സലാഡ്, ഉള്ളി പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മൂസ് ഒന്ന് എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ കിട്ടും. അമ്മൂസ് ഫുള്ളായിട്ട് ഒലിവ് ഓയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ട്, ഒരു പിടുത്തം പിടിക്കാതെ. കുബൂസും ഒലിവ് ഓയിൽ മിക്സ് ആയിട്ടുള്ള അമ്മൂസും. കുബൂസ് നല്ല ചൂടുണ്ട്, അമ്മൂസ് നല്ല തണുപ്പോ. ചിക്കൻ ടിക്ക ചെറിയൊരു സ്പൈസി പോലത്തെ സാധനം കേട്ടോ. നമ്മൾ ഈ അറബിക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ സ്പൈസി തീരെ ഉണ്ടാവില്ല. പക്ഷെ ഇവർ നമ്മളെ ആൾക്കാർ ഇന്ത്യൻസും പാകിസ്ഥാനി ബംഗ്ലാദേശൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി പോലെ മിക്സാക്കി തന്നിട്ടുണ്ട്. പക്ഷെ നല്ല സ്പൈസി അല്ല. ഈ ഉള്ളിയും ചിക്കൻ ടിക്കയും ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് അമ്മൂസും പിടിച്ചിട്ട് റെഡി. കുബൂസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ. എത്ര വേണമെങ്കിലും ചോദിക്കുമ്പോൾ തരും. നല്ല ചൂടുള്ള കുബൂസ്, നല്ല പപ്പടം പോലെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അതിങ്ങനെ അമ്മൂസിൽ മുക്കി അടിക്കുക, ഇടയ്ക്ക് ഒരു കബാബിൻ്റെ പീസും കഴിക്കുക. പിന്നെ ഈ ഇലയുടെ പേര് ചോദിച്ചപ്പോൾ അമ്മൂസ് എന്താണ് ബഹദൂനസ് ജിർജീർ അങ്ങനെയൊക്കെ ഇലയുടെ പേരാണ് നടക്കുന്നത്. പിന്നെ ഉള്ളിയും പച്ചമുളകും അത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരികെ കൊടുത്താൽ മതി. പിന്നെ ആ സൂപ്പും അത് മതി. വില കുറഞ്ഞ ഒരു ഫുഡും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ പറയുക, നല്ല വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു അറബിക്ക് ടച്ചല്ല.